ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ബോക്സിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ എതർനെറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന, അതായത് ഇതുപോലെ എതർനെറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന IO ഇൻഫർമേഷൻ യൂണിറ്റ് അല്ലെങ്കിൽ കീസ്റ്റോൺ ജാക്ക് എന്നാണ് ഈ ഒരു ജാക്കുകളെ പറയുന്നത്. സോ ഇത്തരം ജാക്കുകൾ ടെർമിനേറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ ഒരു ബോക്സ് വേണ്ടത്. ഈ ഒരു ബോക്സിലാണ് നോർമലി നമ്മളത് ഈ ജാക്കുകൾ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സിനെ എങ്ങനെ ടെർമിനേറ്റ്, ഈ ബോക്സിൽ എങ്ങനെ കേബിൾ അത് ടെർമിനേറ്റ് ചെയ്യാമെന്നും ഇത്തരം ജാക്കുകളിൽ എങ്ങനെ ഈ ഒരു കേബിൾ, ലാൻ കേബിൾ പഞ്ച് ചെയ്യാമെന്നും ഉള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ കാണുന്ന ബോക്സിനൊക്കെ പറയുന്നൊരു പേര്, അതായത് ഇത് നോർമലി എതർനെറ്റിൻ്റെ ബോക്സ്, അതായത് ക്ലോസിംഗ് ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെയാണ് പറയുന്നത് ഫേസ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ബോക്സിൽ വെക്കുന്ന നമ്മുടെ ഈ ഒരു ഫേസ് പ്ലേറ്റ് ആണത്. അപ്പോൾ ഇത് നോർമലി നെറ്റ്വർക്കിങ്ങിലൊക്കെ ആദ്യമായിട്ടൊക്കെ അല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പേര് അത്ര പെടുത്തുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇതാണ് ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡ്യുവലും ഉണ്ടാവും, സിംഗിളും ഉണ്ടാവും. ബിഗിനേഴ്സിനുള്ളൊരു വീഡിയോ ആണത്. സോ ഇത് ഡ്യുവലും ഉണ്ടാവും, സിംഗിളും ഉണ്ടാവും. ഇത് നോർമലി നമ്മുടെ RJ45 ഇതുപോലത്തെ RJ45 കേബിൾ, അതായത് എതർനെറ്റിന് ഉപയോഗിക്കുന്ന കേബിൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഫോണിന് ഉപയോഗിക്കുന്ന RJ11 കേബിളും നമുക്ക് ഇതിനകത്ത് ടെർമിനേറ്റ് ചെയ്യാം. ഈ ബോക്സിൽ അങ്ങനെ ഡ്യുവലാണ്, രണ്ടും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാം. സിംഗിളുടെ വരുന്നുണ്ട്, ഡ്യുവലായിട്ടും വരുന്നുണ്ട്. സോ നമുക്ക് രണ്ടും ഇതിൻ്റെ ഉള്ളിൽ ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഈ പോർഷനിൽ, അതായത് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ, അതായത് ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഈ ഒരു ഇൻഫർമേഷൻ യൂണിറ്റ് അല്ലെങ്കിൽ കീസ്റ്റോൺ ജാക്ക് എന്ന് പറയുന്നത്. കീസ്റ്റോൺ ജാക്ക് എന്നാൽ ഈ ഒരു എക്യുപ്മെൻ്റാണ്. ഇവിടെയാണ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ജാക്ക് ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കാണിക്കാനായിട്ടാണ്. ഇതാണ് ആ ഒരു IO നമ്മുടെ കേബിൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി, അതായത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു IO ജാക്ക് നമ്മൾ പഞ്ച് ചെയ്യും. ഇവിടെ പഞ്ച് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ലോക്കുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മളത് കൊടുക്കും. അതായത് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കേബിൾ ജസ്റ്റ് നമുക്ക് കുത്താനുള്ള കേബിൾ അതിനകത്ത് കുത്തുക. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഇങ്ങനെയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. അതായത് ഇതിനെയാണ് ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നതിനെയാണ് IO ഇൻഫർമേഷൻ യൂണിറ്റ് അല്ലെങ്കിൽ കീസ്റ്റോൺ ജാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു എതർനെറ്റിൻ്റെ ആ ഒരു കണക്ഷൻ സാധ്യമാകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ബോക്സ് ഫിറ്റ് ചെയ്യുക. ബോക്സ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കേബിൾ അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. കേബിൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ IO ജാക്ക് വെച്ച് നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ പഞ്ച് ചെയ്യേണ്ടതെന്നും ഇതിന് പഞ്ച് ചെയ്യാനും ഇതിന് കളർ കോഡും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ പുറകിൽ തന്നെ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ പുറകിൽ കളർ കോഡും മറ്റും കൊടുത്തിട്ടുണ്ട്. കളർ കോഡൊക്കെ ഓൾറെഡി ഇതിൻ്റെ പുറകിലായിട്ടുണ്ട്. സോ ആ ഒരു കളർ കോഡിൽ നമ്മളത് പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യണം എങ്ങനെയാണെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ അത് പഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ കണക്ടിവിറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ IO പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. ഇതാണൊരു പഞ്ചിങ് ടൂള്. ഈ പഞ്ചിങ് ടൂൾ വെച്ചാണ് നമ്മളിത് പഞ്ച് ചെയ്യുന്നത്. അതായത് എതർനെറ്റ് കേബിൾ പഞ്ച് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു IOയിൽ ഇൻഫർമേഷൻ യൂണിറ്റിൽ നമ്മൾ പഞ്ച് ചെയ്യുന്നത് ഈ ഒരു പഞ്ചിങ് ടൂൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഒരു പഞ്ചിങ് ടൂളും നമുക്ക് ഇതിനാവശ്യമായി. ഇതാണ് കീസ്റ്റോൺ ജാക്കിൻ്റെ ആ ഒരു കളർ കോഡ്. ഇവിടെ നമുക്ക് കാണാം A എന്നും B എന്നും, അതായത് രണ്ട് സ്റ്റാൻഡേർഡ് കളർ കോഡിലുള്ളത് A സ്റ്റാൻഡേർഡും B സ്റ്റാൻഡേർഡും ആണ്. അത് നമുക്കറിയാം. അവിടെ A എന്നും B എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സ്റ്റാൻഡേർഡിലാണോ നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത്, പഞ്ച് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിലായിട്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ നോർമലി ഇവിടെ ഉപയോഗിക്കുന്നത് B സ്റ്റാൻഡേർഡാണ്. B സ്റ്റാൻഡേർഡിൻ്റെ ഉപയോഗിക്കും എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മുകളിലെ പോർഷനിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 4 നിങ്ങൾ ടെസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പഞ്ച് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അത് കാണാം. നമുക്ക് ഈ ഒരു B സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ Bൻ്റെ നേരെയുള്ള, അതായത് ബ്ലൂ വൈറ്റ് ബ്ലൂ, ഗ്രീൻ വൈറ്റ് ഗ്രീൻ, അതായത് ഇവിടെ കൊടുത്തേക്കണം കാണാം. അതായത് ബ്ലൂ വൈറ്റ്, ഈ കാണുന്ന ബ്ലൂ വൈറ്റ് ഈ ഒരു പോർഷനിലും, അത് കഴിഞ്ഞ് ബ്ലൂ വൈറ്റ് ബ്ലൂ, അത് കഴിഞ്ഞ് ഗ്രീൻ വൈറ്റ് ഗ്രീൻ. അപ്പോൾ ഇവിടെ നോക്കാൻ മനസ്സിലാവും ഇത് നമ്മുടെ ഈ ഒരു B സ്റ്റാൻഡേർഡിൻ്റെ അതേ മാർക്കാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. B സ്റ്റാൻഡേർഡിൽ ബ്ലൂ വൈറ്റ് ബ്ലൂവും ഗ്രീൻ വൈറ്റ് ഗ്രീനും. ഇനി നമ്മൾ താഴത്ത് അടുത്തത് ഈ ഒരു പോർഷൻ
നമുക്ക് പഞ്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ പഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഇത് ബി സ്റ്റാൻഡിലേഡിൽ എന്താ വരുന്നത്, ആ ബീൻ്റെ നേരെയുള്ള ഓറഞ്ച് വൈറ്റ് ഓറഞ്ചും ബ്രൗൺ വൈറ്റ് ബ്രൗണും, ഓറഞ്ച് വൈറ്റ് ഓറഞ്ചും ബ്രൗൺ വൈറ്റ് ബ്രൗണുമാണ് ഇവിടെ ബി സ്റ്റാൻഡിൽ വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച് ബ്രൗൺ വൈറ്റ് ബ്രൗൺ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ക്രിം ചെയ്ത് കാണിച്ചു തരാം, പഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഇതിൽ നമ്മൾ പഞ്ചിങ് ടൂൾ ഉപയോഗിക്കുക. പഞ്ചിങ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പഞ്ച് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. കറക്റ്റ് ഈ പഞ്ചിങ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടത് പഞ്ചാവുകയും ആ ഒരു പീസ് നമുക്ക് കറക്റ്റായിട്ട് നടന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് ആ ഒരു പഞ്ചിങ് ടൂളിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചിങ് ടൂൾ തന്നെ ഉപയോഗിക്കുക. ചിലവർ ഇതിന് പല പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചിങ് ടൂൾ തന്നെ കഴിയുന്നത് ഉപയോഗിക്കുക. പഞ്ചിങ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഓരോന്ന് പഞ്ച് ചെയ്യുക. ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് തന്നെ പോരുന്നതായിരിക്കും. സോ ഇതുപോലെ നമുക്ക് പഞ്ച് ചെയ്യാം. ഇത് കണ്ടില്ലേ, അപ്പോൾ ആ ഒരു കളർ കോഡ് അനുസരിച്ച് നമ്മളിവിടെ പഞ്ച് ചെയ്തു. ഇങ്ങനെയാണ് ആ ഒരു കീസ്റ്റോൺ ജാക്ക് പഞ്ച് ചെയ്യുന്നത്. ഈ ഒരു കീസ്റ്റോൺ ജാക്ക് പഞ്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫേസ് പ്ലേറ്റിൻ്റെ പുറകിലായിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യും. അതിൻ്റെ ഒരു ലോക്കുണ്ട്, അത് നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ലോക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ലോക്കാവും. അങ്ങനെ പ്രസ് ചെയ്താണ് നമ്മളെ ഒരു ഫേസ് പ്ലേറ്റിൽ വയ്ക്കേണ്ടത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആ ഒരു പഞ്ചിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ലോക്ക് അടിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമുക്കത് മനസ്സിലാവും. ഇതിൻ്റെ ആ ഒരു ക്യാപ്പ് പൊക്കി കഴിയുമ്പോൾ അവിടെ പഞ്ചിങ് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് വച്ചിട്ട് വേണം, ഈ ഒരു ബോക്സും കൂടി വച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പഞ്ച് ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ടെർമിനേറ്റ് ചെയ്ത് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ RJ45ൻ്റെ നമ്മുടെ എതർനെറ്റ് കേബിളാണ്. ഇതുപോലെ തന്നെ നമുക്ക് RJ11 പഞ്ച് ചെയ്യാനുള്ള കീസ്റ്റോൺ ജാക്കുകളും, അതായത് ഇൻഫർമേഷൻ യൂണിറ്റ് IO എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് നമുക്ക് അതിന് ലഭിക്കും. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ പഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എതർനെറ്റും ഇവിടെ ഫോണിൻ്റെയും അങ്ങനെ രണ്ടിൻ്റെയും നമുക്ക് കൊടുക്കാം. ഡ്യുവലും വരുന്നുണ്ട്, സിംഗിളും വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് കൊടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാനത് മറുപടി തരുന്നതായിരിക്കും. ഇത്തരം ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടി, നെറ്റ്വർക്കിംഗ് വീഡിയോസിന് വേണ്ടിയും CCTV വീഡിയോസിന് വേണ്ടിയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു.